ഈ ആഴ്ച ആദ്യം തന്നെ ബി.ജെ.പിയുടെ കേരളത്തിലെ അധ്യക്ഷനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രവർത്തകരും നേതാക്കളും. പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ച ശേഷം കേരളത്തിലെ അധ്യക്ഷനെ തീരുമാനിച്ചാൽ മതിയെന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചാലേ വൈകൂ. പകുതി സംസ്ഥാന അധ്യക്ഷന്മാരെ ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കും മുൻപ് പ്രഖ്യാപിക്കും. ഭരണമില്ലാത്ത സംസ്ഥാനമായതുകൊണ്ട് തന്നെ കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം. ആരാകും ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ? 5 വർഷം തുടർച്ചയായി അധ്യക്ഷ പദവി വഹിച്ച കെ സുരേന്ദ്രന് വീണ്ടും അവസരം നൽകാൻ 90% സാധ്യതയില്ല. അതിനാൽ വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് അദ്ദേഹത്തിന്റെ അടുപ്പക്കാർ പ്രതീക്ഷിക്കുന്നു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ അധ്യക്ഷന്മാർ ഭൂരിപക്ഷവും വി മുരളീധരനെ അനുകൂലിക്കുന്നവരായത് ഈ സമവാക്യത്തിന്റെ ഭാഗമാണെന്ന് വാദം. എന്നാൽ സംസ്ഥാന അധ്യക്ഷനാകാൻ വി മുരളീധരൻ ഇതുവരെ കേന്ദ്ര നേതൃത്വത്തിന് സമ്മതം മൂളിയിട്ടില്ല. പി.കെ. കൃഷ്ണദാസ് പക്ഷത്തെ എം.ടി. രമേശിന് ഇത്തവണ സാധ്യതയേറെയാണ്. ഗ്രൂപ്പുകളുടെ ഭാഗമല്ലാതെ നീങ്ങുന്ന ശോഭാ സുരേന്ദ്രന് ഇത്തവണ നറുക്കു വീഴുമെന്ന ചിന്തയും അവരെ പിന്തുണയ്ക്കുന്നവരിൽ പ്രബലമായിട്ടുണ്ട്. എതിർ ഗ്രൂപ്പിന് അനുകൂലമായ സാധ്യത കേന്ദ്ര നേതൃത്വം തേടിയാൽ വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കാനുള്ള ഗ്രൂപ്പ് നീക്കങ്ങൾ സജീവമായി. ബി.ജെ.പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുകയാണ്. ജില്ലാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഒരു സൂചനയാണ്. വി മുരളീധരനും കെ സുരേന്ദ്രനും അകൽച്ചയിലാണെന്ന് തോന്നിപ്പിക്കുന്ന നീക്കങ്ങളുണ്ടായി. ശോഭാ സുരേന്ദ്രനെ കെ സുരേന്ദ്രൻ പിന്തുണയ്ക്കുന്നതും ഇക്കാലത്ത് കാണാനായി. തിരുവനന്തപുരത്തെ ജില്ലാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് തന്നെ ഉദാഹരണം. സിറ്റി ജില്ലയിൽ വി മുരളീധര പക്ഷത്തെ കരമന ജയനെ പ്രസിഡന്റാക്കിയപ്പോൾ തഴയപ്പെട്ടവരിൽ ഒരാൾ കെ സുരേന്ദ്രൻ പക്ഷക്കാരനാണ്. തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൃഷ്ണദാസ് പക്ഷത്തിന് നൽകിയ വി മുരളീധരന്റെ നീക്കം ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ മാറ്റമാണ്. അതിനാൽ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിലും അപ്രതീക്ഷിത നീക്കം പ്രതീക്ഷിക്കാം. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ നീക്കം നടന്നപ്പോൾ അദ്ദേഹം തന്നെ വിമുഖത പ്രകടിപ്പിച്ചു. ഇക്കൊല്ലം തദ്ദേശ തെരഞ്ഞെടുപ്പും 5 മാസത്തെ ഇടവേളയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തുമ്പോൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്തവരുടെ കയ്യിൽ നേതൃത്വത്തിന്റെ കടിഞ്ഞാണ് ഏൽപ്പിക്കുന്ന പരീക്ഷണത്തിന് ദേശീയ നേതൃത്വം മുതിരില്ലെന്ന് പൊതുവെ വിലയിരുത്തുന്നു. അതിനാൽ പറഞ്ഞു കേൾക്കുന്ന പേരുകൾക്കപ്പുറം അപ്രതീക്ഷിത എൻട്രിക്ക് സാഹചര്യമില്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.